നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു പ്രത്യൂസ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടികളിലൊക്കെ ബാറ്ററീസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. സോ ഈ ഒരു സാധനത്തിൻ്റെ ലൈഫ് നമുക്ക് എങ്ങനെ കൂട്ടാം, അതായത് ബാറ്ററി ലൈഫ് എങ്ങനെ കൂട്ടാം, സോ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ബാറ്ററിയുടെ ലൈഫ് കൂട്ടാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ബാറ്ററി എന്ന് പറയുന്നത്. സോ ബാറ്ററി ലൈഫ് കൂട്ടേണ്ട എങ്ങനെയാണ്, നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 6.5 വർഷത്തിന് വരെ നമുക്ക് ബാറ്ററി ലൈഫ് എത്തിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വേറെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഏറ്റവും കൂടുതൽ ബാറ്ററി ലൈഫ് കിട്ടിയത് എൻ്റെ ഒരു കസിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, വാഗണാർ 2011 മോഡൽ. ഏകദേശം ഒരു 25,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പക്ഷേ ബാറ്ററി ലൈഫ് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 7.5 വർഷമാണ് കറക്റ്റ് റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാറ്ററി ലൈഫ് എത്തിച്ചത്. അത് വളരെ വലിയൊരു ലൈഫാണ്. ഇതുവരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എൻ്റെ സ്കൂട്ടറിൽ പോലും എനിക്ക് 2.5 വർഷം 3 വർഷമൊക്കെ കിട്ടിയത്. ആക്ച്വലി റേറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടാണ്. സോ നമുക്ക് അതിലേക്ക് ഡിസ്കഷനിലേക്ക് വരാം. സോ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് എക്സൈഡിൻ്റെ ബാറ്ററി ആയിരുന്നു അത്. അപ്പോൾ മൂപ്പറുടെ വണ്ടിയിൽ ആക്ച്വലി LXI വണ്ടിയിൽ നമ്മൾ കമ്പനിയിൽ നിന്ന് വരുന്ന സ്റ്റീരിയോവും പിന്നെ സെൻട്രൽ ലോക്ക് വണ്ടിയിലില്ല, ഫ്രണ്ട് 2 പവർ വിൻഡോ ആയിരുന്നു. നമ്മുടെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റിംഗ് മിററോ കാര്യങ്ങളൊന്നുമില്ല, LXI മോഡലായിരുന്നു. എന്നിട്ട് 7 വർഷം കിട്ടി. എക്സൈഡിൻ്റെ ബാറ്ററി അത് കൊടുത്ത് ഇപ്പോൾ ആമറോണാണ് മൂപ്പർ യൂസ് ചെയ്യുന്നത്. സോ ബാറ്ററി ലൈഫിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ബാറ്ററിയുടെ മുകളിൽ എത്ര ലോഡ് വരുന്നു, ആൾട്ടർനേറ്ററുടെ ഒരു എന്താ പറയുക എഫിഷ്യൻസി, സ്റ്റാർട്ടിങ് മോട്ടർ, ഇതൊക്കെ ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആണ് ബാറ്ററി ലൈഫുമായിട്ട്. സോ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ബാറ്ററി ലൈഫ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരും ചെയ്യുന്നൊരു കോമൺ മിസ്റ്റേക്കാണ്. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് AC ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ വണ്ടിയുടെ AC ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് AC എന്ന് പറയുന്ന ACയുടെ കംപ്രസർ ACയുടെ കംപ്രസർ വർക്ക് ചെയ്യുന്നത് എഞ്ചിൻ്റെ പവർ കൊണ്ടാണ്. അതായത് എഞ്ചിനുമായിട്ട് ഒരു ബെൽറ്റ് വെച്ചിട്ട് ഒരു ക്ലച്ച് ലിങ്കേജ് മെക്കാനിസത്തോടു കൂടിയാണ് ഈ കംപ്രസർ വർക്ക് ചെയ്യുന്നത്. സോ ACയുടെ സ്വിച്ച് ഓൺ ആകുമ്പോൾ മാത്രമേ ഈ പുള്ളി, അതായത് നമ്മൾ ക്ലച്ച് എൻഗേജ് ചെയ്തിട്ട് പുള്ളിയുമായിട്ട് കണക്ഷൻ വന്നിട്ടാണ് എഞ്ചിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ പവർ, നമ്മുടെ എന്താ പറയുക എഞ്ചിൻ്റെ ഒരു പവറിൻ്റെ ഭാഗം കംപ്രസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ACയുടെ കംപ്രസർ വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ACയുടെ സ്വിച്ച് ഓൺ ആക്കി ഇടുന്ന സമയത്ത് സ്റ്റാർട്ട് ആകുന്ന സമയത്ത് ക്ലച്ച് എൻഗേജ് ആവുകയും എഞ്ചിൻ്റെ ഒരു പാർട്ട് ഓഫ് പവർ നമ്മുടെ കംപ്രസർ യൂസ് ചെയ്യുകയും, സോ കംപ്രസറിൻ്റെ ഒരു ലോഡ് കൂടി എഞ്ചിനിൽ വരും. സോ എഞ്ചിൻ്റെ ലോഡ് എന്ന് പറയുന്നത് വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് മോട്ടറാണ് ഫ്ലൈ വീലിലേക്ക് എൻഗേജ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടാകുന്നത്. സോ സ്റ്റാർട്ടാകുന്ന സമയത്ത് ഈ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ മുകളിൽ എഞ്ചിൻ്റെ ലോഡും കംപ്രസറിൻ്റെ ലോഡും രണ്ടും കൂടി വരും. സോ ഈ രണ്ടും കൂടി വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ലോഡ് കൂടും. സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ലോഡ് കൂടുമ്പോൾ എന്ന് വെച്ചാൽ കൂടുതൽ പണിയെടുക്കുമ്പോൾ കൂടുതൽ എനർജി വേണം. സോ തീർച്ചയായിട്ടും ഇലക്ട്രിക്കലായത് ബാറ്ററിയിൽ നിന്നും കൂടുതൽ എനർജി സ്റ്റാർട്ടിംഗ് മോട്ടർ എടുക്കുകയും പെട്ടെന്ന് ഒരു പെർട്ടിക്കുലർ ടൈം ഓഫ് പീരീഡിൽ കൂടുതൽ എനർജി വേണ്ട ഒരു ആവശ്യം നമ്മുടെ സ്റ്റാർട്ടിംഗ് മോട്ടറിന് വരും. സോ അങ്ങനെ പെട്ടെന്നൊരു ആവശ്യം വരുന്ന സമയത്ത് ബാറ്ററീൻ്റെ ലൈഫിന് ഇങ്ങനെ കൂടെ ചെയ്യുന്നതനുസരിച്ച് ബാറ്ററി ലൈഫിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാറ്ററി ലൈഫ് മാത്രമല്ല, സ്റ്റാർട്ടിംഗ് മോട്ടറിനും ഇതത്ര നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റിംഗ് അതാണ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാകാത്ത സ്റ്റീരിയോ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ACയുടെ ബ്ലോർ കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് യൂസ് ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. ഇതെന്ന് വെച്ചാൽ ആക്ച്വലി ബാറ്ററി ലൈഫിന് മോശമാണ്. കാരണം നമ്മുടെ ബാറ്ററിയിൽ ഇരിക്കുന്ന ചാർജിൻ്റെ അളവ് കുറയും. കുറഞ്ഞ ചാർജിൽ നമ്മൾ നെക്സ്റ്റ് ടൈം നമ്മൾ സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ കുറഞ്ഞ ചാർജിൽ നമ്മൾ അടിച്ചടിച്ച് സ്റ്റാർട്ടാക്കുന്ന സമയത്ത് ബാറ്ററി അത് തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. കാരണം ചാർജ് കുറയുന്നത്. എല്ലാ ആക്സറീസും നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടിട്ട് മാത്രം യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബാറ്ററി ലൈഫ് ഒരുപാട് കൂട്ടാനും ഇത് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ബാറ്ററി എന്ന് പറയുന്നത് ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്നൊരു സാധനമാണ്. ചാർജ് ചെയ്യുന്ന അതേപോലെ തന്നെ ഡിസ്ചാർജ് ആവുകയും വേണം, രണ്ടും വേണം. സോ അതിനെയാണ് ബാറ്ററി ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് തിങ് നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്റ്റാർട്ട് ചെയ്ത ശേഷം മാത്രം ആക്സറീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ സ്റ്റാർട്ടാകുന്ന സമയത്ത് തന്നെ ഒരുപാട് എനർജി ഡ്രോ ചെയ്ത് ബാറ്ററിയിൽ നിന്നും പോകുന്നുണ്ട്. സോ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വീണ്ടും ചാർജ് ആകുന്ന സമയത്ത് മാത്രമേ ബാറ്ററിയുടെ ലൈഫ് അത്രത്തോളം നമുക്ക് കിട്ടുകയുള്ളൂ. സോ സെക്കൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തേർഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിനകത്ത് ആംപ്ലിഫയറും മറ്റു കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചിലയിടത്ത് കണ്ടൊരു പ്രവണത എന്ന് വെച്ചാൽ അടിപൊളി ബ്രാൻഡഡ് ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും. പക്ഷേ വയറിംഗ് ക്വാളിറ്റി വളരെ കുറഞ്ഞ വയറിംഗ് ക്വാളിറ്റി യൂസ് ചെയ്യും. വയറിൻ്റെ അകത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യും. ഈ വയറിംഗ് ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വയറിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് കറണ്ട് കൺസപ്ഷനിൽ പാട്ട് വരും. ബിക്കോസ് വയർ എന്ന് പറയുന്നതിലൂടെ കറണ്ട് പോകുന്ന സമയത്ത് വയറിൻ്റെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ടായി പോകും, അതായത് ചൂടായിട്ട് പോകും. ചിലതിന് നെഗ്ലിജിബിൾ എമൗണ്ട് ആയിരിക്കും, ചിലതിന് എമൗണ്ട് കൂടുതലായിരിക്കും. സോ ഈ ഹീറ്റ് എനർജിയിലൂടെ നമ്മൾ കളയുന്നത് ബാറ്ററിയുടെ എനർജി തന്നെയാണ്. സോ ഈ എനർജി വേസ്റ്റ് ആക്കാതെ
നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ എത്ര ബ്രാൻഡഡ് ആണെങ്കിലും ചെറിയൊരു എമൗണ്ട് ഓഫ് ഹീറ്റ് ലോസ് അല്ലെങ്കിൽ ഹീറ്റ് എനർജി ലോസ് ഈ വയറിലൂടെ വരും. അതായത് ഹീറ്റ് എനർജി ലോസ് എന്ന് വെച്ചാൽ വയറ് ചൂടാവും, കറണ്ട് പോകുന്ന സമയത്ത് വയറ് ചൂടാവും, ചെറിയൊരു എമൗണ്ട് പോകും. പക്ഷേ ബ്രാൻഡഡ് വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ലോസ് കുറക്കാൻ വേണ്ടി സാധിക്കും. ഇനി വേറൊരു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ആംപ്ലിഫയർ. കോമൺലി ഈ ചൈനീസ് ആംപ്ലിഫയേഴ്സിൻ്റെ കറണ്ട് കൺസപ്ഷൻ കുറച്ച് കൂടുതലായിരിക്കും ബ്രാൻഡായിട്ട് നോക്കുമ്പോൾ. സോ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണെങ്കിൽ മാത്രം ചൈനീസ് ആംപ്ലിഫയറിലേക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബ്രാൻഡഡ് ആംപ്ലിഫയേഴ്സ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. സോ അതാണ് മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നാലാമത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാ വെക്കുന്ന ഓക്സിലറി ലൈറ്റുകൾ. ലൈറ്റ് ഔട്ട്പുട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കഴിയുന്നതും LED യൂസ് കൂട്ടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. LED ലീഗാലിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലീഗലാണെന്നുള്ള കാര്യത്തിൻ്റെ ഒരു വണ്ടിയുടെ ഇപ്പോൾ വരുന്നുണ്ട് പോലും ചില ഏരിയകളിൽ ഇത് ലീഗലല്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ LED ഹെഡ്ലൈറ്റുകൾ മഴക്കൊരു പ്രശ്നമാണ്, പക്ഷെ നമ്മുടെ വേനൽക്കാലത്തും മറ്റും യൂസ് ചെയ്യുമ്പോൾ വലിയ ഇഷ്യൂസ് ഇല്ല. സോ കഴിയുന്നതും നമ്മുടെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ LED ലൈറ്റുകളുടെ ഉപയോഗം കൂടുതലായി കൂട്ടുക. പാർക്ക് ലൈറ്റും മറ്റുള്ള കാര്യങ്ങളും LED കൊണ്ടുവരാം. അത് ഇൻറ്റീരിയറിൽ യൂസ് ചെയ്യുന്ന ലൈറ്റുകൾ ഇൻറ്റീരിയറിൽ നമുക്ക് യൂസ് ചെയ്യുന്നതിന് ഒന്നും പ്രശ്നമില്ല. ഇപ്പോൾ അതിനാർട്ടിയോ പ്രശ്നമാക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇൻറ്റീരിയറിൽ നമ്മൾ കഴിഞ്ഞതും LED ലൈറ്റുകളുടെ ഉപയോഗം കൂട്ടുക. ബൾബുകളും കാര്യങ്ങളും വച്ചിട്ട് LED ലൈറ്റ് ഉപയോഗം കൂട്ടിക്കഴിഞ്ഞാലും ബാറ്ററി ലൈഫ് കൂട്ടാൻ വേണ്ടി സാധിക്കും. അഞ്ചാമത്തെ കാര്യം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ചാൽ ബാറ്ററിയുടെ മെയിൻ്റെനൻസ് നമ്മൾ പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകും. ബാറ്ററിയുടെ ഇലക്ട്രിക് ലെവൽ അല്ലെങ്കിൽ ബാറ്ററി ലെവൽ നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്യാൻ വേണം. ബിക്കോസ് ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെവൽസ്, അതായത് ബാറ്ററിയുടെ ലെവൽസ് അല്ലെങ്കിൽ വാട്ടർ ലെവൽസ് എന്ന് പറയുന്നത്, ഡയലൂട്ട് വാട്ടർ ലെവൽസ് എന്ന് പറയുന്നത്, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഡയലൂട്ട് ആസിഡ് ലെവൽസ് കറക്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് സർവീസിൻ്റെ പോകുന്ന സമയത്ത് സർവീസ് ചെയ്യുന്ന ആളോട് കൂടി പറയും ബാറ്ററി ലെവലും കൂടി നോക്കണേന്ന്. കാരണം ഈ ബാറ്ററി ലെവലിൻ്റെ അകത്താണ് നമ്മുടെ ബാറ്ററിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ലൈഫ് കിടക്കുന്നത്. സോ അത് നമ്മൾ തീർച്ചയായിട്ടും നോക്കുക. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കയ്യിൽ ശ്രദ്ധിക്കുക. വൺ മോർ തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൈറ്റ് ടൈം വണ്ടി ഓഫായി കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ടാക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ടാക്കിയതിന് ശേഷം മാത്രം ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുക. എസ്പെഷ്യലി ബ്ലോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നിന്ന് അപ്പാടെ അങ്ങ് സ്റ്റാർട്ടാക്കും. ജസ്റ്റ് ഒന്ന് ഹെഡ്ലൈറ്റ് അറ്റ്ലീസ്റ്റ് ടൈമിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹെഡ്ലൈറ്റ് ഡിമ്മാക്കി ഒന്ന് പാർക്കിലേക്ക് ആക്കിയിട്ട് സ്റ്റാർട്ടാക്കാൻ നോക്കുക. ബിക്കോസ് ആ ടൈമും ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും നമ്മുടെ ഹാലജൻ ഹെഡ്ലൈറ്റ് ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് മോട്ടറിനെ കാട്ടി ശേഷം അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മോട്ടറിന് ശേഷം ഏറ്റവും കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യുന്നൊരു ഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്, ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. സോ കഴിഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാൻ പോകുന്നത്. ഓട്ടോമൊബൈലായിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഡിസ്കഷൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വീഡിയോ വേണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. എനിക്കറിയാവുന്നൊരു കാര്യമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എനിക്കറിയുന്നൊരു നോളജ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് ഇതുപോലുള്ള ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ ദ ടൈം ഗൈസ്.